ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ബ്രെഡ് വെച്ച് നമുക്ക് അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ. അത് മുട്ടയും വെളിച്ചെണ്ണയൊന്നും കൂടുതലൊന്നും വേണ്ടാത്ത നല്ല അടിപൊളി ചായക്കടിയാണ്. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ഈ ചെറിയ പീസ് കാബേജിയാണ്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റാണ്. പിന്നെ ഒരു ഉള്ളി, കുറച്ച് മല്ലിയില, 4 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, ചെറിയ പീസ് ക്യാപ്സിക്കമാണ്. ഒരു പച്ചമുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നമുക്കിതാദ്യം നല്ലോണം വഴറ്റിയെടുക്കാം. നമുക്ക് മുട്ടയും ഓയിലൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ചായക്കടിയാണ് കേട്ടോ. അധികം എണ്ണയൊന്നും കുടിക്കില്ല. ഞാൻ ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്യും. ഞാൻ തന്നെ എന്തൊക്കെയോ ഡിഷിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഞാൻ തന്നെ പുതുതായിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയിട്ട് ഇത് നല്ല അടിപൊളി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ പൊരിച്ച് വെച്ചതാണ്. ഒരു വലിയ 2 പീസ് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് നമുക്കിതുപോലെ ചെറുതായിട്ട് പീസാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും മസാലയൊക്കെ നന്നായി മിക്സായി വരണം. അതിനുശേഷം നമുക്ക് മാവ് കലക്കിയെടുക്കാനുണ്ട്. കുറച്ച് മൈദപ്പൊടിയിൽ നമുക്ക് ഉപ്പ് ചേർത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അധികം കട്ടിയും അധികം ലൂസും ഇല്ലാത്ത വിധം നമുക്ക് കലക്കിയെടുക്കാം മാവ്. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കുക കേട്ടോ. സൈഡൊന്നും കട്ട് ചെയ്യേണ്ട. ബ്രെഡ് ഇതുപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് വശം നമുക്ക് ഇതുപോലെ മാവ് സൈഡ് വശമാണ് കേട്ടോ മാവ് ആക്കി കൊടുക്കേണ്ടത്. മസാല ആക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ സൈഡിൽ ആദ്യം മാവ് ആക്കി കൊടുക്കണം. അതിന് ശേഷം മസാല ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നും ഇളകി പോകുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമുക്കിതുപോലെ പ്രസ് ചെയ്തെടുക്കാം. പരമാവധി നമ്മൾ കൂടുതൽ എണ്ണക്കടി ഒഴിവാക്കുന്നതാണ് നല്ലത്. പരമാവധി നമ്മൾ ഇതുപോലെയുള്ള പുതിയ ഐറ്റംസ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചതുപോലെ ഇതുപോലെയൊക്കെ ചെയ്ത് എണ്ണയൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനൊരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫ്ലെയിമിൽ വെക്കാൻ പറ്റില്ല. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഒക്കെ നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം.
അതുകൂടാതെ നമ്മൾ ഈ സൈഡ് വശമൊക്കെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ വെറൈറ്റി നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.